ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിന്റെ മുഖത്ത് അറിയാതെ ശ്രുതി കൊതുകിനടിക്കാൻ പോകുമ്പോഴേക്കും കൈ ശരിക്കും ഒന്ന് അടിച്ച പോലെ ആവുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ നോയിക്കൊണ്ടിരിക്കെ തന്നെ നമ്മുടെ എനിക്ക് വരുമ്പോഴേക്കും എന്ത് പറ്റി ബ്രോ, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല, കൊതുകിനെ അശ്വിൻ സാറിന് മുഖത്ത് വന്നപ്പോൾ ഞാൻ കൊതുകിനെ കിട്ടിയിട്ടത് ബ്രോക്ക് കിട്ടിയല്ലേ, വിട്ട് കള ബ്രോ, ശ്രുതി അത് മനഃപൂർവ്വം ചെയ്തതൊന്നല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് നീ നിന്റെ കാര്യം മാത്രം നോക്ക്, ഗെറ്റ് ഔട്ട് എന്ന് പറയാണ്. അങ്ങനെ എനിക്ക് അവിടുന്ന് പോകുവാണ്. ശേഷം നമ്മുടെ ശ്രുതി സാർ അത് നിന്റെ തുടിയാണ് പറഞ്ഞത്, ഗെറ്റ് ഔട്ട് ഐസേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടുന്ന് പോകുവാണ്. അതിനുശേഷം ഡാമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വൻ കുറെ ഇംഗ്ലീഷ് വാക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രുതിയും അതുപോലെ തന്നെ എനിക്കും കൂടിയിട്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും അശ്വിനും ആകാശും മനോരമയും മോഹനനും ഒക്കെ ഇവർ നിരന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കേണ്ട അഞ്ജലി, അപ്പോൾ ഡാൻസ് ടീച്ചർ ഇനി വരില്ലെന്നാണോ മോളെ? അവരിനി വരില്ല എന്ന് പറയുമ്പോഴേക്കും മോഹൻ ഞങ്ങൾ പറയണ്ടോ, അവരിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡാൻസ് പഠിപ്പിക്കാന്ന് മുത്തശ്ശിയും ശ്രുതി ഏറ്റിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരുടെ ഒരു കാര്യവും ഇപ്പം ഇവിടെ ഇല്ലെന്ന് പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയണ്ട, അതെ അവർ വരണ്ട, പിന്നെ നമ്മുടെ സംഗീതിനെ അവരെയും കൂടി ഒന്ന് വിളിക്കണം, ആ ഡാൻസ് ടീച്ചറെ, അവരില്ലാതെ നമ്മൾ എത്ര മനോഹരമായിട്ട് ഡാൻസ് കളിക്കണമെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം മോളെ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ എനിക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം എനിക്കിടെ കയ്യിൽ ഈ സ്പ്രേ കാണുമ്പോഴേക്കും മനോരമ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ ഇത് നീ കിഡ്നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല, ഇത് സ്പ്രേ അല്ല, ഇത് മൊസ്കിറ്റോ സ്പ്രേ ആണ്, പെർഫ്യൂം അല്ല ആൻറ്റി, മൊസ്കിറ്റോ. ഇവിടെ നിറച്ച് മൊസ്കിറ്റോ ആണ്. അശ്വിൻ ബ്രോയുടെ കണ്ണിലൊരു മൊസ്കിറ്റോ കയറി, ശ്രുതി അത് അടിച്ചു കൊന്നു വന്നേ ഉള്ളൂ. അശ്വിന്റെ കണ്ണിലോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ കണ്ണിലല്ല കവിള് എന്ന് പറയാണ്. അതിന് ഞങ്ങളിപ്പോ ശ്രുതി അശ്വിന്റെ കവിളിലടിച്ച് കൊതുകിനെ കൊന്നു, അതിന് അശ്വിൻ ബ്രോ അങ്ങനത്തെ താങ്ക്സ് പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറഞ്ഞ ഞങ്ങൾ സംഗീതനെ കുറിച്ച് പറയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പറയണ്ട, മുത്തശ്ശി സംഗീതം അവതരിപ്പിക്കുന്നതിന് അടിപൊളി ഒരു പ്രോഗ്രാം ശ്രുതിയുടെ കയ്യിലുണ്ട്, അത് കൊള്ളാലോ, എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ പയ്യന്മാരും അതുപോലെ തന്നെ പെണ്ണുങ്ങളും രണ്ട് ഗ്യാങ് ആവുക, രണ്ട് ഗ്രൂപ്പ് ആവുക, എന്നിട്ടൊരു കോമ്പറ്റീഷൻ പോലെ നടത്തുക, ഡാൻസിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ, പെണ്ണുങ്ങളുടെ ഗ്യാങ് ആണോ ആണുങ്ങളുടെ ഗ്യാങ് ആണോ ജയിക്കണേന്ന് നമുക്കൊന്ന് നോക്കാലോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയണ്ട, ഞങ്ങൾ മോശക്കാരെന്നല്ല എന്ന് പറയുമ്പോഴേക്കും അത് ശരിയാ, നമ്മളും മോശക്കാരല്ലെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മോഹനങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു കാര്യം, ഡാൻസ് മാത്രം വേണ്ട പാട്ടും ആക്കാം, അങ്ങനെയെങ്കിൽ എനിക്കൊരു കൈ നോക്കാലോ എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, പിന്നെ മാത്രമേ പോലും മൂളിപ്പാട്ട് പാടാത്ത ആളാ പാട്ട് മത്സരത്തിന് പോകാൻ പോണത്, അതെ പാട്ടില് സംഗീതത്തിൽ ഡിഗ്രി എടുത്തേക്കുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് മനോരമ പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അപ്പോൾ നമ്മൾ ഇത് പരിപാടി ഗംഭീരമാക്കുന്നു, ഡൺ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഡൺ എന്ന് പറയണം. അത് കേട്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നോനോ ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല, സംഗീത ഇങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ടേ, എന്താ കുഞ്ഞ നീ ഇങ്ങനെയൊക്കെ പറയണത്, സംഗീതത്തിന് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അടിച്ചുപൊളി പരിപാടിയൊക്കെ ഉള്ളതല്ലേ എല്ലാ വീട്ടിലും, നീ എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല നീ സമ്മതിച്ചതല്ലേ ഡാൻസിന് എന്ന് പറയുമ്പോൾ അതെ ഞാൻ സമ്മതിച്ചത്, പക്ഷെ ഇപ്പം ഞാൻ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ആകാശ് പറയണ്ട, ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട എന്ന് പറയണ്ട, താങ്ക്സ് ആകാശ് എന്ന് അശ്വിൻ പറയാണ്. അതിനുശേഷം എനിക്ക് പറയണ്ട, അശ്വിൻ ബ്രോക്ക് ഇഷ്ടമില്ല ഇവിടെ ഇപ്പം എന്താ കാര്യം, നമുക്കതൊക്കെ എൻജോയ് ചെയ്യാനേ, എങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറയണ്ട്, അശ്വിൻ ബ്രോ നിങ്ങളെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും വന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട്, ഉണ്ടാതിരിക്കും എനിക്ക് എന്നിങ്ങനെ പറയണം. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിനൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും എനിക്ക് വേഗം തന്നെ മനോരമയുടെയും അഞ്ജലിയുടെ നടുക്ക് വന്നിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അശ്വിൻ ബ്രോ എന്തൊരു പണിയാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ആകാശ് അവിടെ നിന്ന് ഫോൺ വരുന്നതുകൊണ്ട് ചേച്ചി ഒരു ഫോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംശയിച്ച് അപ്പുറത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ എനിക്ക് എന്നാലും ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് മിണ്ടാതിരിക്കുക, അത് കൊള്ളാലോ മേഡം, അത് നല്ലൊരു ഐഡിയ ആണല്ലോ, നീ എന്താ ശ്രുതി പറയണത്, അല്ല മിണ്ടാതിരിക്കുക, നമുക്ക് അശ്വിൻ സാറിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഒരു ഐഡിയ എനിക്ക് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്, നമുക്ക് മിണ്ടാതിരിക്കുക, അശ്വിൻ സാറിന് മിണ്ടാതിരിക്കുക, അവസാനം അശ്വിൻ സാർ തന്നെ പറയും പരിപാടിയൊക്കെ അവതരിപ്പിച്ചോ എന്ന് പറയും, അത് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നത് എന്ന് മുത്തശ്ശിയും പറയണം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ അശ്വിൻ സാറിനോട് മിണ്ടാതിരിക്കണം എന്ന് പറയണം. മനോരമ പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കൽ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സർ എന്ന് പറയുമ്പോഴേക്കും എന്താ കാര്യം സർ, എനിക്ക് മനസ്സിലായി, ഞാൻ സാറിനെ അറിയാണ്ട് അടിച്ചത് കൊണ്ടല്ലേ സാർ ഈ പരിപാടി ഒന്ന് വേണ്ടുന്നത്, നോക്ക് നീ എനിക്കൊരു മാറ്റർ അല്ല, പിന്നെ നീ അടിച്ചത് എനിക്കിങ്ങനെ മാറ്റർ ആവും, എനിക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ വേണ്ടത് പറഞ്ഞത്,
സമയത്ത് ശ്രുതി പറഞ്ഞിട്ടില്ല സാർ, എനിക്ക് മനസ്സിലായി, ഞാൻ സാറിനെ അറിയാതെ അടിച്ചുകൊണ്ടിട്ടാണ് സാർ ഇപ്പോൾ ഇത്ര ദേഷ്യം കാണിക്കുന്നത്. സാർ ഒരു കാര്യം ചെയ്തോ, സാറിന്റെ ദേഷ്യം മാറണവരെ എന്നെ അടിച്ചു, എന്റെ കവിളത്തടിച്ചു, ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം കൂടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കവിളിങ്ങനെ കാണിക്കുക കേട്ടോ. ശ്രുതിനെ അങ്ങനെ കാണുമ്പോഴേക്കും അശ്വിനെ ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. അശ്വിനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, സാർ എന്നെ അടിച്ചു സാർ, കവിളിൽ തന്നെ അടിച്ചു, എത്ര വേണമെങ്കിലും അടിച്ചു സാർ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അടുത്തേക്ക് വരണം അടിക്കാൻ വേണ്ടി. ആ സമയത്ത് ശ്രുതി പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ അടിച്ചു എന്ന് പറയുമ്പോഴേക്കും അശ്വിനെ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വേണ്ട, എൻ്റെ ഒരു പടി പോലും നീ ഏൽക്കില്ല, പിന്നീട് ഒത്തിരി അടി, നീ പോവാൻ നോക്ക്, നീ പറഞ്ഞുകൊണ്ടെന്നല്ല ഞാൻ സംഗീത വേണ്ടെന്ന് വെച്ചത്, എനിക്കതിന് താല്പര്യമില്ല എന്ന് വേണ്ട. അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം അശ്വിൻ വീണ്ടും പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വെച്ചപ്പോഴേക്കും നമ്മുടെ അശ്വിൻ രാമേട്ടൻ വിളിക്കുമ്പോൾ രാമേട്ടൻ വരുന്നുണ്ട്. ലഞ്ച് റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ മിണ്ടാതിരിക്കുകയാണ്. എന്താ മിണ്ടാത്തത്, ലഞ്ച് റെഡിയായോ എന്ന്. റെഡിയായെന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ നാക്കില്ലേ, ലഞ്ച് റെഡിയായെന്ന് ഞാൻ ചോദിച്ചത് വാന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് ആക്ഷൻ കാണിച്ചിട്ട് അമ്മേട്ടനോട് പോവുക. ഇയാൾക്ക് ഇത് എന്ത് പറ്റി സ്റ്റുപ്പിഡ് എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്. നേരെ നിലത്തേക്ക് വരുമ്പോഴേക്കും അവിടെ മനോരമ ഇരിക്കുന്നുണ്ടായി കേട്ടോ. മനോരമയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ആ സമയത്ത് മനോരമ അശ്വിനെ കൈ ഇങ്ങനെ കാണിക്കുകയാണ്. എന്താ ആൻറ്റി, എന്താ കാര്യം, ഫോൺ എടുക്കാൻ വേണ്ടി പറയാണ്. ആൻറ്റിക്ക് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ആൻറ്റി ഒന്നും മിണ്ടാത്തത്, ഫോൺ എടുക്കാൻ ഏതൊരു ലില്ലിയാ വിളിക്കുന്നത്, എടുത്തിട്ട് ഞാൻ ഇല്ല എന്ന് പറയുന്ന ആക്ഷൻ കാണിക്കുകയാണ്. ഓക്കെ എന്ന് അശ്വിൻ പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ എടുക്കുകയാണ്. ഹലോ, ആൻറ്റിയോ, മനോരമ ആൻറ്റി ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുക, ഫോൺ ഇവിടെ വെച്ചു, ഓക്കെ വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക. എന്താ ആൻറ്റി ഫോൺ എടുക്കാത്തത്, എന്താ ആൻറ്റി സംസാരിക്കാത്തത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ നമ്മുടെ മനോരമ ഒന്നുമില്ല എന്ന രീതിയിൽ ആക്ഷൻ കാണിച്ചിട്ട് അവിടെ അങ്ങോട്ട് പോകുക കേട്ടോ. ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യത്തിലിങ്ങനെ ഇവർക്കൊക്കെ എന്ത് പറ്റി നാശം പിടിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ വല്ലാത്തൊരു ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ. ആ സമയത്ത് ആരും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട്. അശ്വിൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ വിചാരിക്കും, അപ്പം എല്ലാവരും എന്നോട് മിണ്ടാതിരിക്കുക തന്നെയാണ്, അപ്പം എല്ലാവരും എനിക്ക് വാശിക്കാണ് എന്ന് അശ്വിനെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അശ്വിൻ മുത്തശ്ശിയെടുത്ത് പോയിട്ട് മുത്തശ്ശിയോട് സംസാരിക്കാൻ പോകുമ്പോൾ ആരും തന്നെ അശ്വിനോട് സംസാരിക്കുന്നേ ഇല്ല. അശ്വിനോട് സംസാരിക്കുന്നത് മാത്രമല്ല, അശ്വിനോട് ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ല. അശ്വിൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അശ്വിനാകെ ദേഷ്യം വരും കേട്ടോ. അശ്വിനാണെങ്കിൽ എല്ലാവരും കൂടി എന്നെ ചെറുതാക്കിയിട്ട് എല്ലാവരും കൂടി എന്നെ സമ്മതിപ്പിക്കാനുള്ള ആ പുതിയ അടവാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ സമ്മതിക്കില്ല, ആരും മിണ്ടാതിരുന്നാലും ഞാൻ ഈ സംഗീതനെ സമ്മതിക്കില്ല എന്നൊക്കെ അശ്വിൻ കടുംപിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ അശ്വിൻ സമ്മതിക്കാതെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ അഞ്ജലി ഭക്ഷണം കഴിക്കാതെയും കൂടി ഇരിക്കുമ്പോഴാണ് അശ്വിന് പിന്നെ അത് പോട്ടെ എന്ന് പറയണം, എന്തെങ്കിലും ആവട്ടെ, എന്ത് പരിപാടി വേണമെങ്കിൽ നടത്തട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് അശ്വിൻ വിചാരിക്കണം. അങ്ങനെ അശ്വിൻ അഞ്ജലിയും അത് മാത്രമല്ല വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കാതിരിക്കുമെന്ന് പറയും. പക്ഷെ എല്ലാവരും ഭക്ഷണം ഓൾറെഡി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. വയറ് നിറഞ്ഞ് അശ്വിൻ കാണാണ്ട് എല്ലാവരും വയറ് നിറച്ചും കഴിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അശ്വിൻ വിചാരിക്കും ആരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വെച്ചിട്ട് അശ്വിൻ പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത്രയും കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ബാക്കി ഇപ്പോഴും പറഞ്ഞതാണ്. അശ്വിനോട് ആരും മനോരമ ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ അശ്വിൻ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുന്നില്ലേ, ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്ന. സമയത്ത് ആരോ കോണിംഗ് ബെല്ലും കൂടി അടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്ന കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.